നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. എടാ പോടാന്നൊക്കെ വിളിച്ച പോലീസ് നമ്മളെ പലപ്പോഴും സമീപിക്കാറുണ്ട് അല്ലേ? എന്നാൽ ഇനി മുതൽ അത് നടക്കില്ല. ജനങ്ങളോടുള്ള എടാ പോടാ നീ വിളികൾ പോലീസ് മതിയാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം വന്നിരിക്കുകയാണ്. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമാധികാരികളെന്നും ആരും ആരുടെയും താഴെയല്ല എന്നും കോടതി ഓർമ്മിപ്പിച്ചു. പോലീസ് ജനങ്ങളോട് മോശമായി പെരുമാറുന്നില്ലെന്ന് ഉറപ്പാക്കാൻ വീണ്ടും സർക്കുലർ ഇറക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓൺലൈനായി കോടതിയിൽ ഹാജരാക്കിയ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഇക്കാര്യം ഉറപ്പു നൽകി. പാലക്കാട് ആലത്തൂർ സ്റ്റേഷനിലെ SI അഭിഭാഷകനോട് അപമര്യാദയായി പെരുമാറിയ സംഭവത്തിൽ ഇടപെട്ടാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ നടപടി. ആരോപണ വിധേയനായ SI VR റിനീഷിനെ താക്കീതോടെ സ്ഥലം മാറ്റിയെന്നും വകുപ്പ് തല അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി ഉണ്ടാകുമെന്നും DGP വിശദീകരിച്ചു. തുടർ നടപടികളിലെ പുരോഗതി വിലയിരുത്താൻ ഫെബ്രുവരി 1 കേസ് വീണ്ടും പരിഗണിക്കും. അപകടത്തിൽപ്പെട്ട വാഹനം വിട്ടു നൽകുവാനുള്ള കോടതി ഉത്തരവുമായി സ്റ്റേഷനിലേക്ക് എത്തിയ അഡ്വക്കേറ്റ് അക്വിബ് സുഹൈലിനോടാണ് പോലീസ് മോശമായി പെരുമാറുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ഇതിനിടെ SI റിനീഷിനെതിരെ അഭിഭാഷകൻ നൽകിയ കോടതിയലക്ഷ്യ ഹർജിയിൽ കോടതി നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥൻ മുൻപ് ജോലി ചെയ്ത ഹേമാംബിക നഗർ സ്റ്റേഷനിലെ പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ടാണ് ആലത്തൂരിലേക്ക് മാറ്റിയതെന്നും സ്ഥലം മാറ്റം ഒന്നിനും പരിഹാരം ആയില്ല എന്നും കോടതിയലക്ഷ്യ ഹർജിയിൽ ഹാജരായ അഭിഭാഷകൻ പറഞ്ഞു. മറ്റുള്ളവർ ചെറുതാണെന്ന് കരുതുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്നും ദേഷ്യമൊക്കെ സിനിമയിലെ പറ്റൂ എന്നും കോടതി പറഞ്ഞു. ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്കാണ് റിനീഷിനെ മാറ്റിയിരിക്കുന്നത്. അഡീഷണൽ SPയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നുമുണ്ട്. ജനങ്ങളോട് അപമര്യാദയായി പെരുമാറരുത് എന്ന് സർക്കാരും DGPയും പോലീസിന് മുന്നറിയിപ്പ് മുൻപും നൽകിയിട്ടും പോലീസിന്റെ നിലപാടിൽ മാറ്റമുണ്ടായില്ല. കുറച്ച് പോലീസുകാർ മദ്യപിച്ച് അപമര്യാദയായി പെരുമാറുന്നത് സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്നുവെന്ന് ക്രമസമാധാന ചുമതലയുള്ള DGP MR അജിത് കുമാറിന് സമ്മതിക്കേണ്ടി വന്നിരുന്നു. സേനയിലെ അമിത രാഷ്ട്രീയമാണ് പ്രശ്നങ്ങൾക്കുള്ള പ്രധാന കാരണം. ഉന്നത ഉദ്യോഗസ്ഥർ മുതൽ SIമാർ വരെ രാഷ്ട്രീയം കലർത്തി നിയമനം നടത്തി. നോർത്ത് സൗത്ത് DGPമാരും റേഞ്ച് IGമാരും ഇല്ലാത്തതിനാൽ മേൽനോട്ടത്തിലും പാളിച്ചയാണ്. പോലീസുകാർ മദ്യപിച്ച് ജോലിക്ക് വന്നാൽ അതിന്റെ ഉത്തരവാദിത്തം യൂണിറ്റ് മേധാവിക്കായിരിക്കുമെന്നും വീഴ്ച വരുത്തിയാൽ മേലുദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്നും ADGP മുന്നറിയിപ്പും നൽകിയിരുന്നു. മോശമായി പെരുമാറുന്ന പോലീസുകാരെ മേലുദ്യോഗസ്ഥർ തിരിച്ചറിയണം. ഡി അഡിക്ഷൻ ചികിത്സ ആവശ്യമുള്ള പോലീസുകാർക്ക് അത് നൽകണം. കൗൺസിലിംഗും നൽകാം. മദ്യപിച്ചുള്ള പെരുമാറ്റം സഹിക്കില്ല. എല്ലാ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരും മാന്യമായ ഭാഷ ഉപയോഗിക്കണം. പരാതിക്കാരോട് അനുഭാവപൂർവ്വം പെരുമാറിയിരിക്കണം. മോശമായി പെരുമാറി എന്ന പരാതി ഉണ്ടെങ്കിൽ നിരപരാധിത്വം തെളിയിക്കുക എന്നതായിരിക്കും പോലീസുകാരുടെ ചുമതല. മോശം പെരുമാറ്റം ആളുകളിൽ വെറുപ്പും അവജ്ഞയും ഉണ്ടാക്കും. അവസാന ആശ്രയം എന്ന നിലയിൽ പോലീസ് സ്റ്റേഷനുകളെ സമീപിക്കുന്ന സാധാരണക്കാരുടെ വേദന മനസ്സിലാക്കണം. കൂടാതെ ജനങ്ങളോട് മര്യാദ പാലിക്കുക, ബലം പ്രയോഗിക്കരുത് എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ജനങ്ങളോട് മാന്യമായി പെരുമാറണമെന്നും ഇല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥർ ഉത്തരവാദികൾ ആകുമെന്നും ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകി. ഇനി എടാ പോടാ വിളികൾ പോലീസിന്റെ വായിൽ നിന്നും വീണാൽ അതിന് പണി വാങ്ങിച്ചു കൂട്ടുന്നത് മേലുദ്യോഗസ്ഥർ ആണെന്ന് മാത്രം.